ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ആർ. രാജീവ്, ബ്ലോക്ക് മെമ്പർ കിരൺ രാജൻ, PTA പ്രസിഡന്റ് നവാസ്, വിവിധ ക്ലബുകളുടെ ചാർജുള്ള ടീച്ചേഴ്സ്, സ്നേഹമുള്ള കുട്ടികളെ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തില് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിന് അന്നത്തെ ദിവസം ഫ്ലാഗ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. റിപ്പബ്ലിക് ദിനത്തില് ഫ്ലാഗ് നിവർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇന്നത്തെ ദിവസം മാത്രമാണ് ഫ്ലാഗ് ഉയർത്തുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചെങ്കോട്ടയില് ഫ്ലാഗ് ഉയർത്തുന്ന സ്വാതന്ത്ര്യം കിട്ടി എന്നതിൻ്റെ സൂചനയാണ് ആ ഉയർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പബ്ലിക്കായി എന്നതിൻ്റെ സൂചനയാണ് അത് നിവർത്തുക എന്നുള്ളത്. അത് മുൻകൂട്ടി അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം നിവർത്തുക മാത്രമാണ് റിപ്പബ്ലിക് ഡേ ചെയ്യുന്നത്. ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഒട്ടനവധി ആളുകളുണ്ട്. നമ്മളതെല്ലാം നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചു പോകുന്നുണ്ട്. ഇവരെയെല്ലാം നന്ദിയോടെ ഓർക്കേണ്ട ദിവസങ്ങളാണ് ഇത്. സ്വാതന്ത്ര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് പോലും സ്വാതന്ത്ര്യമാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കുവാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം. ഇതെല്ലാം വിലക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ വസ്ത്രം പോലും ധരിക്കുവാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് യാത്ര ചെയ്യുവാനും അഭിപ്രായം പ്രകടിപ്പിക്കുവാനും കഴിയുന്ന പുതിയ ഒരു യുഗത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. ജവഹർലാൽ നെഹ്റുവിനോട് ഒരു വൃദ്ധയായ സ്ത്രീ ചോദിച്ചു, സ്വാതന്ത്ര്യം നേടിത്തന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ലഭിച്ചു? അപ്പോൾ അതിന് അന്നത്തെ പ്രധാനമന്ത്രി കൊടുത്ത മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അതുവരെ ബ്രിട്ടീഷ് മേൽക്കോയ്മയില് ജനങ്ങൾക്ക് ഭരണാധികാരികളുമായി യാതൊരുവിധ ബന്ധവുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രിയായിട്ടോ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടോ ഏതൊരു പൗരനും അവൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും അവരോട് സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയ മഹത്വവും. ലോകത്ത് ജനാധിപത്യം പുലരുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. അത് ഈ കാലഘട്ടം മുഴുവനും ഏതാണ്ട് 8 പതിറ്റാണ്ടുകളായിട്ട് ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ നമ്മൾ തന്നെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുകയും അവർ ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു കാലം. അത് നമുക്ക് നേടിത്തന്ന എല്ലാ ധീര ജവാന്മാരെയും മഹാത്മാക്കളെയും എല്ലാം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. താങ്ക് യു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന ഈ സുദിനമാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, നമുക്കിന്ന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം. നമുക്കറിയാം, അനേക ഭാഷകളും അനേക മതങ്ങളും അടങ്ങിയ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ പോലെ ഒരു മഹത്തായ രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത് നമ്മളെ പോലെയുള്ള ഓരോരുത്തരുടെയും വളരെയേറെ സന്തോഷം ഉള്ള സുദിനങ്ങളാണ്. ഇങ്ങനെയുള്ള ദിനങ്ങളിൽ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഏകാധിപത്യ ഭരണത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച് നമ്മൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ സമരങ്ങൾ ചെയ്തതും പല രീതിയിലുള്ള സമരങ്ങൾ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ത്യാഗോജ്ജലമായ ആ സമരങ്ങളിലൂടെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലകളിലും ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ വിദ്യാർത്ഥിനികൾക്കും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്തിനും നിലകൊള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു സാർ. ബ്ലോക്ക് മെമ്പർ കിരൺ രാജന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസ അറിയിക്കുന്നതിനായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ജോസ് സാറ്, സുരേഷ് സാറ്, ഇവിടെ ആശംസകൾ അർപ്പിച്ച കുട്ടികൾ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട KR രാജു, PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട നവാസമൻ, അലൻ സാറ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്യാപകരെ, രാജ്യം അതിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന ഈ കാലത്ത് സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത് മുൻപത്തെ വാക്കുകൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജോസാറ് വളരെ കാര്യമായി അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ളതല്ല എന്ന ബോധ്യമാണ് എനിക്ക് നിങ്ങളോട് ആകെ പങ്കുവയ്ക്കാറുള്ളത്. എന്തും ചെയ്യാനുള്ളതല്ല സ്വാതന്ത്ര്യം. മറ്റുള്ളവരെ കൂടി ബഹുമാനിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്നിടത്താണ് സ്വാതന്ത്ര്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലേക്കും ചെന്നെത്തുന്നത്. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ ലോകത്ത് രാജ്യത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പ്രതികരിക്കുന്ന, അതിനെതിരെയെല്ലാം ശബ്ദമുയർത്തുന്ന, രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയായി വളർന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കർത്തവ്യം. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യക്കാരെല്ലാവരും ഒരേപോലെ ആചരിക്കുന്ന ഒരു പരിപാടി നമ്മുടെ സ്വാതന്ത്ര്യ ദിനം. ലോകത്തെ ഏറ്റവും സമ്മിശ്രമായ സംസ്കാരങ്ങളുള്ള, ഏറ്റവും വിഭിന്നമായ സംസ്കാരങ്ങളുള്ള ജനതയാണെങ്കിലും ഒരിക്കലും ഇന്ത്യ എന്ന ആശയത്തിന് നിറം മങ്ങാത്തത് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് എല്ലാ ആഘോഷങ്ങളിലും ഇത്തരം വേളകളെല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ SPC കുട്ടികളുണ്ട്, NSSന്റെ കുട്ടികളുണ്ട്, റെഡ് ക്രോസുകാരുണ്ട്, പല വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളെല്ലാം ഈ ടൈറ്റിലുകളെല്ലാം വേർതിരിക്കുമ്പോഴും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ, ഈ രാജ്യത്തെ പൗരന്മാരെന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ബോധ്യം നമ്മളെ ചേർത്ത് നിർത്തും. ആ ബോധ്യത്തോടു കൂടി മുന്നോട്ട് ഉള്ള ഭാവിയിൽ ജീവിക്കാൻ നിങ്ങൾക്കാവട്ടെ. എല്ലാവരും ഈ രാജ്യത്തിൻ്റെതാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ബോധ്യത്തോടു കൂടി, ചേർത്ത് പിടിക്കലോടുകൂടി ഇനിയുള്ള കാലം നിങ്ങൾക്ക് ജീവിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 80ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും എല്ലാവർക്കും നേരുകയാണ്. താങ്ക് യു സാർ. അടുത്തതായിട്ട് നമ്മുടെ PTA പ്രസിഡന്റിനെ ആശംസ അറിയിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസ് സാറ്, അലൻ സാർ, സുരേഷ് സാറ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് KR രാജു, ബ്ലോക്ക് മെമ്പർ കിരൺ രാജൻ, നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തന്ന സ്വാതന്ത്ര്യമല്ല ഇത്. നിരവധി ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയ ധീരന്മാരായ ഒരുപാട് ആളുകളുടെ പ്രേരണ കൊണ്ടും അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കപ്പെടുകയാണ്. ഈ ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിമത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒന്നാക്കി നിർത്തുന്ന നമ്മുടെ ഇന്ത്യ എന്ന ആ സങ്കല്പത്തിനെ പൂർണ്ണതോതിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അവർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തെ പൂർണ്ണതയിലെത്തിക്കുവാൻ ഇനി വരുന്ന തലമുറ എന്ന നിലയിൽ നിങ്ങൾക്ക് കഴിയണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. 80ാം സ്വാതന്ത്ര്യ ദിനത്തിന് ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. നന്ദിയുടെ ഒരു വാക്ക് അധികം തീർപ്പിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഈ 80ാമത് സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നതിനും ഇന്നത്തെ എല്ലാ പ്രോഗ്രാമുകൾക്കും നേതൃത്വം നൽകുന്നതും നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. സാറിന് ഏറ്റവും സ്നേഹപൂർവ്വം. വാർഡ് മെമ്പർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. നമ്മളോട് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന രാജുവിനോടുള്ള നന്ദി ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. you